ഞാൻ കാലിത്തോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത്, എല്ലാവരും എന്നോട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ കയറി ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് എന്താ അസുഖമാണ്, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ, എന്താണ് നിങ്ങൾ അസുഖം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് പെട്ടെന്ന്. അതായത് പ്രസവത്തിൽ എനിക്ക് എൻ്റെ അസുഖം ചെറുതായിട്ടുണ്ടായിരുന്നു, എങ്കിലും അതൊരു വലിയൊരു ഭീകരമായൊരു വൈകല്യമല്ലായിരുന്നു. പിന്നീടാണ് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ഇടത് ഭാഗത്തൊരു മുഴ കണ്ട് അത് കീറിയപ്പം ഒന്നുകൂടിയും ഡേഞ്ചറസ് സ്ഥിതിയിലേക്കാണ് പോയത്. പിന്നീട് അതിനുശേഷം എനിക്ക് ചെറുനാവില്ലായിരുന്നു. ഞാൻ ഉമ്മയുടെ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് അത് മൂക്ക് കൂടെ അങ്ങ് പോരായിരുന്നു. അന്നപ്പോൾ നോക്കുമ്പോൾ ഈ മുകളിലെ അടപ്പില്ലായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ സംസാരം ക്ലിയറായിട്ട് വരുന്നില്ലായിരുന്നു. ആ സമയത്താണ് അത് മുകളിലുള്ള ചെറുനാവ് അത് വെച്ചതിന് ശേഷമാണ് അത് ക്ലിയറായത്. 1.5 വയസ്സിൽ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്കൊരു തീപ്പൊള്ളലേറ്റു എൻ്റെ വയറിന്. അതായത് 3 വയസ്സിൽ വയറിനൊരു തീപ്പൊള്ളലേറ്റു. അപ്പോൾ അന്ന് ഈ കോവിഡിന് അന്ന് തീ പിടിക്കാത്തത് കാരണം മരണത്തിൽ നിന്ന് കഴിച്ചിലായി. 1ാം ക്ലാസ് മുതലും അതുപോലെ അതിന് ശേഷം 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയും, അതുപോലെ തന്നെ ഹൈസ്കൂൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ തന്നെ എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഉമ്മയും ഒക്കെ എടുത്തു കൊണ്ടുപോകലായിരുന്നു. അത് കുറേയൊക്കെ വടി കുത്തി നടക്കാനുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വളരെ കഷ്ടപ്പാടിലായിരുന്നു ഞാൻ എൻ്റെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞാൻ JDT ഇസ്ലാമിൽ ITC 2 കൊല്ലത്തെ കോഴ്സിന് പഠിച്ചു. അവിടെ പറഞ്ഞതുപോലെ ഞാൻ ട്രൈസൈക്കിളിൻ്റെ മുകളിലായിരുന്നു. പിന്നെ ITCയിലേക്ക് പോകലും തിരിച്ച് ITCയിലേക്ക് വരലും കുളിക്കാനൊക്കെ അവർ തന്തേവാസികൾ എന്നെ സഹായിക്കുമായിരുന്നു. 2 കൊല്ലത്തോളം ഞാൻ അവിടെ അത് പഠിച്ചു. അതിനുശേഷം ഞാൻ അവിടെ MHRT കോഴ്സ് ചെയ്തു. അതിനുശേഷം പള്ളിയിൽ ബാങ്ക് കൊടുക്കാനായിട്ട് 2 കൊല്ലത്തോളം JDT ഇസ്ലാമിലെ മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിട്ട് അവിടെ എന്നെ നിയമിച്ചു. ഞാൻ ഒരു സേവന നിലക്ക് അതും കഴിഞ്ഞ് അവിടെ 6 വർഷത്തോളം JDTയിൽ എൻ്റെ പഠനം പൂർത്തിയാക്കി. ഞാൻ പിന്നീടാണ് ഒരു മുച്ചക്ര സ്കൂട്ടർ, എനിക്ക് എൻ്റെ കുടുംബക്കാരൊക്കെ കൂടി ആദ്യമായിട്ടൊരു സ്കൂട്ടർ എടുത്തെന്ന്. അന്ന് സ്കൂട്ടി പപ്പ് എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. ആ വണ്ടീൻ്റെ മുകളിലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഡ്രൈവിംഗ് തുടങ്ങിയത്. ഞാൻ ഏകദേശം ഒരു 21 വയസ്സിൽ ഞാൻ ആ വണ്ടീൻ്റെ മുകളിൽ യാത്ര തുടങ്ങി. ഇപ്പോൾ 46ാമത്തെ വയസ്സായി. ഇപ്പോഴും ആ മുച്ചക്ര സ്കൂട്ടറിലാണ് എൻ്റെ യാത്ര. ഇപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 80% എൻ്റെ സർട്ടിഫിക്കറ്റിൽ വൈകല്യമെങ്കിലും ഞാൻ 100% വൈകല്യമുള്ള ആളാണ്. എൻ്റെ ഈ കൈ തന്നെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പോൾ കൈകൊണ്ട് പിന്നെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ മസിൽസിനുള്ള പ്രശ്നം കാരണം ഞാനിപ്പോഴും വൈകല്യവാനാണ്. 100% വൈകല്യവാൻ തന്നെയാണ്. സർട്ടിഫിക്കറ്റ് പ്രകാരം 80% ഞാനിപ്പം ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ എൻ്റെ ജീവിതം ഇതുവരെയായി ഇപ്പം ഇങ്ങനെ പോകുന്നു. ഇനി അങ്ങോട്ട് തവക്കൽത്തു അലല്ലാഹ്. അള്ളാഹു എത്ര കാലം എനിക്ക് ആയുസ് തരുന്നോ അവിടെ വരെ ഞാൻ ഇങ്ങനെ പോകും തന്നെയാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്.